ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇതാ പുറത്ത് നല്ല മഴയുണ്ട് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ചക്കക്കുരു ഉണ്ട്, അത് വെച്ച് ഒരു പുട്ടവിക്കാമെന്ന് വിചാരിച്ച്. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോവാം. ആയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു, അതിൻ്റെ മുകളിലത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഈ തൊലി നല്ല ഗുണമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ടൊരു പുട്ടവിക്കാൻ, അത് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ജാറിലോട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചക്കക്കുരു ഗ്രൈൻഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് മാവിടാം. നാടനരി മാവാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് നനച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. നമ്മൾ ചക്കക്കുരുവും മാവിൻ്റെ പൊടിയുമായിട്ടുള്ളത് നന്നായിട്ട് നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. നമ്മൾ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തേങ്ങ ഇടാം, ഇനി മാവിടാം, ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒരു സാധനവും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ പുട്ട്. നമ്മളെ ചക്കക്കുരു പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചക്കയെല്ലാം ഉള്ളവർ ചക്കക്കുരു കളയാതെ ഇതുപോലെ ചക്കക്കുരു കൊണ്ട് പുട്ട്, അതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിനി ചക്കക്കുരു കൊണ്ട് ഇനി അടുത്ത ഒരു റെസിപ്പി തരുന്നതാണ്. എന്നിട്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.